പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഓസ്മോട്ടിക് പ്രഷറിനെ പറ്റിയാണ്. ഓസ്മോട്ടിക് പ്രഷർ എന്നാൽ എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അതിനു മുമ്പ് ഓസ്മോസിസ് എന്ന വാക്ക് ഒരു ഗ്രീക്ക് വാക്കാണ്. ആ ഗ്രീക്ക് വാക്കിന്റെ മീനിങ് പുഷ് എന്നാണ്. പുഷ്. ഓസ്മോസിസ് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിന്റെ മീനിങ് പുഷ്. ഇനി എന്താണ് ഓസ്മോസിസ്? അതിന്റെ ഡെഫിനിഷൻ നോക്കാം. The solvent naturally moves from an area of low solute concentration to an area of high solute concentration called osmosis. അതായത് രണ്ട് സൊല്യൂഷൻ ഒരു സെമി പെർമബിൾ മെംബ്രെയിൻ വെച്ച് വേർതിരിക്കുകയാണെങ്കിൽ അതിനകത്ത് ലോ കോൺസെൻട്രേഷൻ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തുനിന്ന് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സൊല്യൂഷനിലേക്ക് വാട്ടർ മോളിക്യൂൾസ് മൈഗ്രേറ്റ് ചെയ്യുന്നു. സെമി പെർമബിൾ മെമ്പറിലൂടെ അത് മൂവ് ചെയ്യുന്നു. ഇതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അന്നേരം നമുക്കൊന്നും കൂടെ ഓസ്മോസിസ് എന്താന്ന് നോക്കാം. ദ സോൾവെന്റ് നാച്ചുറലി മൂവ്സ് ഫ്രം ആൻ ഏരിയ ഓഫ് ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ആൻ ഏരിയ ഓഫ് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഇസ് കോൾഡ് ഓസ്മോസിസ്. നിങ്ങൾ ഈ ഫിഗർ ഒന്ന് പരിശോധിച്ചേ. നമുക്കറിയാം ഹയർ കോൺസെൻട്രേഷൻ ഏരിയയിലോട്ട് ലോവർ കോൺസെൻട്രേഷൻ ഏരിയയിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾ, അതായത് ആ മഞ്ഞ ഇത് കാണിച്ചിരിക്കുന്ന കണികൾ കാണിച്ചിരിക്കുന്നു. അതുപോലെ അവിടെ നിന്ന് H2O മോളിക്യൂള് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു. സെമി പെർമബിൾ മെംബ്രെയിനിലൂടെ ഉണ്ടാകുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ പൂർവികന്മാർ പറയുമായിരുന്നു, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തത്. അന്നേരം എന്താണ് ഉപ്പ് തേക്കാത്തവൻ എന്നൊക്കെ പറയും. എന്താണ് അത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഓസ്മോസിസിന് എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു മുറിവ്. ആഡിങ് സോൾട്ട് ടു ആൻ ഇഞ്ചുറി കോസസ് പെയിൻ ബിക്കോസ് ഓഫ് ഓസ്മോസിസ്. സോൾട്ട് വാട്ടർ ഹെൽപ്സ് ടു ക്ലീൻ ആൻഡ് പ്രൊമോട്ട് ഹീലിംഗ് ബൈ എ പ്രോസസ് കോൾഡ് ഓസ്മോസിസ്. എന്നിട്ടിവിടെ നമ്മൾ പറയുകയാണ്, ഈ ഒരു മൂവ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഉപ്പുവെള്ളം ഈ മുറിവിന് മുകളിൽ പരട്ടുമ്പം അവിടെ ആ സോൾട്ട് വാട്ടർ നമ്മുടെ സെല്ലിനകത്തെ ഇൻഫെക്ഷന് കാരണമായിരിക്കുന്ന ആ പാർട്ടിക്കിൾസിനെ അത് ഫോഴ്സ്ഫുള്ളി ഇങ്ങോട്ട് സോൾട്ട് വാട്ടർ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതൊരു ഓസ്മോസിസിന്റെ എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇൻഫെക്ഷൻ ഉള്ളിടത്തെല്ലാം ഉപ്പുവെള്ളം, നമുക്ക് പല്ലുവേദനയൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ മോണവീക്കം അല്ലെങ്കിൽ മോണയ്ക്കൊക്കെയുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഉപ്പുവെള്ളം കൊണ്ടാൽ മതി. ഉപ്പുവെള്ളം കൊണ്ടുമ്പോൾ നമുക്ക് എന്താണ് ആ വേദനയൊക്കെ ഇല്ലാതാകുന്നു. അതും അവിടെ എന്താണ് ഒരു ടൈപ്പ് ഓസ്മോസിസ് ആണ് നടക്കുന്നത്. നമ്മുടെ പൂർവികന്മാർക്കൊക്കെ പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ അറിയാമായിരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൊക്കെ ആശുപത്രിയിലൊക്കെ വളരെ കുറച്ചേ ആൾക്കാർ പോകുന്നുള്ളായിരുന്നു. ഇത് തന്നെയായിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിലും. അവര് പഴയ പൊടിക്കൈകൾ വെച്ച് ഈ ചികിത്സകളൊക്കെ ചെയ്ത് അവരുടെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ഓസ്മോസിസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓസ്മോസിസ് നമ്മൾ ഒത്തിരി നേരം കൈ വെള്ളത്തിലിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ കൈ ചുരുങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ, ഇപ്പം നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു അവസ്ഥ കാണുന്നു. അന്നേരം അതെന്താണ്? അത് ഈ വെള്ളം നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ സെൽസ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. ഇതുമൊക്കെ എന്താണ് ഓസ്മോസിസിന് എക്സാമ്പിളാണ് നമ്മൾ ഈ കണ്ടത് ഫിഗേഴ്സ് ഒക്കെ. അന്നേരം നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോണത് എന്താണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ത്? ദ മിനിമം പ്രഷർ ദാറ്റ് സ്റ്റോപ്സ് ദ ഓസ്മോസിസ് ഈസ് ഈക്വൽ ടു ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. The minimum pressure that stops the osmosis is called the osmotic pressure of the solution. ഈ ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, ആദ്യം പ്യുവർ സോൾവെന്റും സൊല്യൂഷനും. നീല പോർഷനാണ് പ്യുവർ സോൾവെന്റ്, പച്ച ഏരിയയാണ് സൊല്യൂഷന്റെ കാണിച്ചിരിക്കുന്നത്. ഒരു മഞ്ഞ സെമി പെർമബിൾ മെംബ്രെയിനെ കാണിച്ചിരിക്കുന്നു. ആ സെമി പെർമബിൾ മെംബ്രെയിനകത്ത് നിന്ന് പ്യുവർ സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് H2O മോളിക്യൂൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. H2O മോളിക്യൂള് സൊല്യൂഷനിലേക്ക് പോകുന്നു. അതായത് ലോവർ കോൺസെൻട്രേഷൻ ആയ പ്യുവർ സോൾവെന്റിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷൻ ആയ സൊല്യൂഷനിലേക്ക് H2O മോളിക്യൂൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് അവിടെ ആ സൊല്യൂഷന്റെ അളവ് കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നിർത്തണം.
ഈ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഈ ഓസ്മോസിസ് ക്യാൻസൽ ആക്കണമെങ്കിൽ നമുക്കൊരു ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ ഈ ഓസ്മോസിസ് അവിടെ നിൽക്കും. ഇതിനെയാണ് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ദ മിനിമം പ്രഷർ ദാറ്റ് സ്റ്റോപ്പ് ദ ഓസ്മോസിസ് ഇസ് ഈക്വൽ ടു ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിന്റെ വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, അതിന്റെ ഓസ്മോട്ടിക് പ്രഷറിനെ നമുക്ക് ഒരു ഇതിലെ കോൺസെൻട്രേഷൻ, സൊല്യൂഷന്റെ കോൺസെൻട്രേഷനുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യിക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷർ പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു CRT, വേർ C പറയുന്നതാണ് മൊളാലിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷനെയാണ് C എന്ന് പറയുന്നത്. പൈ എന്താണ്? പൈ ഓസ്മോട്ടിക് പ്രഷർ, പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു CRT. നമുക്ക് ആ ടേംസിന് നമുക്ക് ഒന്നും കൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. Pi is the osmotic pressure, V is the volume of the solution in liters, N is the number of moles of solute, R is a gas constant, and it is equal to 0.082, the liter atmosphere per mole. Temperature is T is the temperature. നമ്മളിവിടെ കാണുകയാണ് ഇക്വേഷൻ പൈ ദാറ്റ് ഇസ് ഈക്വൽ ടു CRT. C എന്ന് പറയുന്നത് മൊളാലിറ്റിയാണ്. അന്നേരം അത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ N/V, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് N/V, വേർ N ഈസ് കോൾഡ് നമ്പർ ഓഫ് മോൾസ്, V വോളിയം ഓഫ് സൊല്യൂഷൻ. ദെൻ N2 ദാറ്റ് ഈസ് ഈക്വൽ ടു W2/M2. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണ് പൈ V ദാറ്റ് ഈസ് ഈക്വൽ ടു W2RT/M2, W2RT/M2. ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതിയെടുത്ത് നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അന്നേരം ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനുള്ള ആ ടേമിലേക്ക് വരികയാണ്. ഹെൻസ് M2 ദാറ്റ് ഈസ് ഈക്വൽ ടു W2RT/πV. നമുക്കൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. M2 എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്, W2 weight of solute, R gas constant, T temperature, pi osmotic pressure, V is the volume of solution in liter. ഓർത്തിരിക്കുക, നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം റൂം ടെമ്പറേച്ചറിനകത്തൊക്കെ ഹൈ മോളിക്കുലാർ മാസുള്ള പ്രോട്ടീൻ്റെ ഒക്കെ മോളിക്കുലാർ മാസ് നമുക്ക് റൂം ടെമ്പറേച്ചറിനകത്തൊക്കെ ഈ ഓസ്മോട്ടിക് പ്രഷർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്, ഓസ്മോട്ടിക് പ്രഷറിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. M2 that is equal to W2RT/πV. ഓർത്തിരിക്കുക. നമുക്കൊന്നും കൂടെ കാണാം. ഓസ്മോട്ടിക് പ്രഷർ പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു CRT. ഹിയർ പൈ ഈസ് ദ ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് R is the gas constant. സിക്ക് നമ്മൾ N2/V എന്ന് കൊടുത്തു. വാട്ട് ഈസ് N2? N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം W2/M2. N2 ദാറ്റ് ഈസ് ഈക്വൽ ടു W2/N2. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണ് പൈ B ദാറ്റ് ഈസ് ഈക്വൽ ടു W2RT/M2. അതിനെ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ M2 എന്ന ടേമിലേക്ക് കൊണ്ടുവരുവാണ്. മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു W2RT/πV. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അന്നേരം ഈ ഇക്വേഷൻ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, എഴുതിയെടുക്കുക. അങ്ങനെ നമുക്കൊന്നൊരു പ്രോബ്ലം നോക്കാം. ഡിറ്റർമിനിങ് മോളിക്കുലാർ വെയിറ്റ് ബൈ ഓസ്മോട്ടിക് പ്രഷർ. അന്നേരം ഇവിടെ പറയാണ് ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ്. അന്നേരം അത് എങ്ങനെയാണ് എത്തുന്നത്? പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു CRT എന്ന ഇക്വേഷനിൽ നിന്നാണ് നമ്മളത് അതിലേക്ക് എത്തുന്നത്. M2 കണ്ടുപിടിക്കണം. അന്നേരം നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 15 grams ഓഫ് എ ന്യൂ ഡ്രഗ് ഡിസോൾഡ് ഇൻ വാട്ടർ. 15 grams, അന്നേരം വെയിറ്റ് ആണ് 15 gram എന്ന് പറയുന്നത്. ടു 1000 ml ഓഫ് സൊല്യൂഷൻ അറ്റ് 25 degrees Celsius. 25 നമുക്ക് കെൽവിനകത്തോട്ടാക്കുമ്പോൾ 25 + 273 then 298 കെൽവിൻ ആകുന്നു. Was found to produce an osmotic pressure of 0.6 atmosphere. ഇതിന്റെ പൈയുടെ വാല്യൂ ആണ് 0.6. What is the molecular weight of the solute? അന്നേരം നമുക്ക് പറയാൻ പറ്റും ഏത് ഇക്വേഷനിലാണ് ഇത് തുടക്കം? പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു CRT. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുവാണ് M2 മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 15 into 24.45 divided by 0.6, that is equal to 612 gram per mole. 612 gram per mole ആണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചോദിക്കുന്നത്. അന്നേരം നിങ്ങൾ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ അത് എഴുതിയെടുക്കണം, ഈ പ്രോബ്ലം എഴുതിയെടുക്കണം. എന്താണ് മെക്കാനിസം ഓഫ് ഓസ്മോസിസ്? ഓസ്മോസിസ് മെക്കാനിസം എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഒന്ന് ഐസോട്ടോണിക് സൊല്യൂഷൻസ്.
ഓസ്മോട്ടിക് പ്രഷർ അനുസരിച്ച് സൊല്യൂഷനെ 3 ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഓസ്മോട്ടിക് പ്രഷറിന്റെ അളവനുസരിച്ച് ഐസോടോണിക് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് ഹാവ് ഈക്വൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്, അതിനെയാണ് ഐസോടോണിക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഐസോടോണിക് അതായത് ഐസോടോണിക് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. Osmotic pressure associated with the fluid inside the blood cell is equivalent to that of 0.9% sodium chloride solution and it is safe to inject intravenously. നമുക്ക് ഈ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമുക്ക് കുത്തിവെക്കുന്ന ഇഞ്ചെക്ട് ചെയ്യുന്നതിന്, നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതിന് വളരെ ഇഞ്ചെക്ട് ചെയ്യാം. കാരണം എന്താണ്? സോഡിയം ക്ലോറൈഡിന്റെ 0.9% എന്നാണ് അതിന്റെ ഓസ്മോട്ടിക് പ്രഷർ. അന്നേരം ആ ഓസ്മോട്ടിക് പ്രഷറും നമ്മുടെ ബ്ലഡ് സെല്ലിനകത്തെ ഓസ്മോട്ടിക് പ്രഷറും സെയിം ആണ്, 0.9% ആണ്. അന്നേരം ഈക്വൽ ആകുമ്പോൾ ഐസോടോണിക് സൊല്യൂഷൻ ആണ് ഇവ. ഐസോടോണിക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെല്ലിലും 0.9%ന്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആകുമ്പോൾ അവിടെ osmotic pressure associated with the fluid inside the blood cell is equivalent to that of 0.9% sodium chloride. Osmotic pressure same ആയതുകൊണ്ട് നമുക്ക് അത് സേഫ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അതാണ് ഐസോടോണിക് സൊല്യൂഷൻ. ഐസോടോണിക് സൊല്യൂഷൻ നമ്മൾ പരിചയപ്പെട്ടു. ഇതാണ് ഇപ്പം കാണുന്നത് ഐസോടോണിക് സൊല്യൂഷൻ. ഇപ്പം നമ്മുടെ കെമിസ്റ്റുകളും ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ മരുന്നുകളൊക്കെ കൊടുക്കുമ്പോഴും നിർമ്മിക്കുമ്പോഴൊക്കെ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം എന്തായിരിക്കും? ഇപ്പം ഒരേ പ്രഷറിലുള്ള ഓസ്മോട്ടിക് പ്രഷറിലാണെങ്കിൽ നമ്മൾ അത് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. എന്നാൽ 0.9% കൂടുതലോ കുറവോ സോഡിയം ക്ലോറൈഡിന് കോൺസെൻട്രേഷൻ വ്യത്യാസം വന്നാൽ അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളിവിടെ പറയുകയാണ് ഓസ്മോസിസ്. ഇഫ് ദ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഔട്ട്സൈഡ് ദ സെൽ ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻസൈഡ് ദ സെൽ, ദ സൊല്യൂഷൻ ഈസ് ഹൈപ്പോടോണിക്. അതായത് നമ്മൾ ഈ ഫിഗർ നോക്കുക. ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, അതായത് ബ്ലഡ് സെല്ലാണ് നടുക്കിരിക്കുന്ന ചുമല ഫിഗർ. അതിന്റെ പുറത്ത് നമ്മൾ സോഡിയം ക്ലോറൈഡ് ഇപ്പം 0.9% കുറവാണെങ്കിൽ, ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ സോഡിയം ക്ലോറൈഡിലെ H2O എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡിന്റെ സെല്ലിലേക്ക് അത് H2O മൈഗ്രേറ്റ് ചെയ്യുന്നു. ആ ഓസ്മോസിസ് നടത്തുന്നു. ഓസ്മോസിസ് നടത്തുന്നതിന്റെ ഫലമായിട്ട് ബ്ലഡ് സെല്ലിന് എന്ത് സംഭവിക്കുന്നു? അത് വീർക്കുന്നു. അന്നേരം അവിടെ അപകടം അല്ലെങ്കിൽ അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻ പറയുന്നത് ഹൈപ്പോടോണിക് സൊല്യൂഷൻ. എന്താണ് പറയുന്നത്? ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇനി സോഡിയം ക്ലോറൈഡ് ഇപ്പം നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാൻ എടുക്കുന്ന സോഡിയം ക്ലോറൈഡിന് 0.9%-നേക്കാളും കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ, അതായത് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ബ്ലഡ് സെല്ലിലെ വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ ബ്ലഡ് സെൽസിൽ നിന്ന് ഓസ്മോസിസ് നടത്തി സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് അത് പുറത്തേക്ക് പോകുന്നു. അന്നേരം ഈ ബ്ലഡ് സെൽസിന് എന്ത് സംഭവിക്കുന്നു? അത് ചുരുങ്ങി പോകുന്നു. ഇവിടുത്തെ ചുരുക്കം മറ്റടുത്ത് വീർക്കുന്ന അവസ്ഥ. ഇതിനെയാണ് നമ്മൾ ഓസ്മോസിസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിന്റെ വ്യത്യാസം നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ സൊല്യൂഷൻ ഇതിനെ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അതൊക്കെ? ഐസോടോണിക്, ഹൈപ്പർടോണിക്, ഹൈപ്പോടോണിക്. എന്ന് നമുക്കൊന്ന് നോക്കാം. ഐസോടോണിക്കിനകത്ത് ബ്ലഡ് സെൽസ് പുറത്ത് ഉള്ള രണ്ട് സൊല്യൂഷനാണ് കാണിച്ചിരിക്കുന്നത്. അതിന് സെമി പെർമനന്റ് മെമ്പറിനിലൂടെ അത് വേർതിരിച്ചിരിക്കുന്നു. ഐസോടോണിക് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഈ സെയിം ഓസ്മോട്ടിക് പ്രഷർ നിൽക്കുന്നു, വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ഹൈപ്പോടോണിക്കിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ഹൈപ്പോടോണിക്കിനകത്ത് നിന്ന് പുറത്തുനിന്ന് H2O അകത്തേക്ക് വരുന്നു. ഇതിന്റെ ഫലമായിട്ട് ബ്ലഡ് സെൽ എക്സ്പാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വീർത്ത് വരുന്നു. അടുത്താണ് ഹൈപ്പർടോണിക്. ഹൈപ്പർടോണിക്കിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ബ്ലഡ് സെല്ലിൽ നിന്നാണ് H2O പുറത്തേക്ക് പോകുന്നത്. അതിന്റെ ഫലമായിട്ട് ബ്ലഡ് സെൽസ് ചുരുങ്ങി പോകുന്നു. ഓർത്തിരിക്കുക. ഐസോടോണിക്, ഹൈപ്പോടോണിക്, ഹൈപ്പർടോണിക് എന്ന 3 ഇതായിട്ട് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ അനുസരിച്ച് സൊല്യൂഷനെ വേർതിരിച്ചെടുക്കുന്നു. അടുത്താണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന പോർഷൻ. റിവേഴ്സ് ഓസ്മോസിസിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യണം. എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സെമി പെർമബിൾ മെമ്പറൈൻ വെച്ച് 2 സൊല്യൂഷനെ വേർതിരിക്കുമ്പോൾ അവിടെ ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് H2O മോളിക്യൂൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്.
ഇനി റിവേഴ്സ് ഓസ്മോസിസ് നമ്മൾ ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ സോൾട്ട് വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്കാണ് H2O മോളിക്യൂള് പോകുന്നത്. ഒരു സെമി പെർമബിൾ മെംബ്രെയിൻ കൊണ്ട് സോൾട്ട് വാട്ടറിനെയും ഫ്രഷ് വാട്ടറിനെയും വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. വേർതിരിച്ച് വെക്കുമ്പോൾ സോൾട്ട് വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് H2O മോളിക്യൂൾ പോകുന്നു. ഓസ്മോസിസ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്? ഫ്രഷ് വാട്ടറിൽ നിന്ന് സോൾട്ട് വാട്ടറിലേക്ക് ആയിരിക്കണം H2O മോളിക്യൂൾസ് പോകേണ്ടിയിരുന്നത്. ഇത് ഓസ്മോസിസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫിനോമിനാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. എന്താണ് പറയുന്നത്? റിവേഴ്സ് ഓസ്മോസിസ്. നമുക്ക് നോക്കാം. When a pressure more than the osmotic pressure is applied to the solution, the solvent pass from solution of higher concentration to lower concentration. ഈ ടെക്നിക്കിന് പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഈ റിവേഴ്സ് ഓസ്മോസിസ് ആണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടറിനകത്ത് ഉപയോഗിക്കുന്ന തത്വം. ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ നിങ്ങൾക്കറിയാം, ഗൾഫ് കൺട്രീസിലൊക്കെ അവിടെയൊക്കെ നമുക്ക് വെള്ളം കുടിവെള്ളത്തിന് അവർ ആശ്രയിക്കുന്ന കടൽ വെള്ളത്തിനെയാണ്. എങ്ങനെയാണ് കടൽ വെള്ളത്തിനെ ഡീസലൈനേഷൻ നടത്തി അവര് ശുദ്ധമായ വെള്ളം ഉണ്ടാക്കുകയാണ്. ആ പ്രോസസ്സിന് കടൽ വെള്ളത്തിലെ ഉപ്പിനെ കളയണം. ഉപ്പിനെ കളഞ്ഞിട്ട് ആ കടൽ വെള്ളത്തില് വെള്ളത്തെ മാത്രം എടുക്കുന്ന ആ പ്രോസസ്സ് റിവേഴ്സ് ഓസ്മോസിസിലൂടെ സാധ്യമാകുന്നു. അതിന് പറയുന്ന പേരാണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. എന്താ പറയുന്നത്? ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളിപ്പം പഠിച്ചു റിവേഴ്സ് ഓസ്മോസിസ്. അത് പ്രയോഗിക്കുന്ന ഒരു മേഖലയാണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. വാട്ടർ ഡീസലൈനേഷൻ പ്രിൻസിപ്പിൾ ഈസ് based on reverse osmosis. ഇതൊക്കെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്ത് പാടായിരുന്നല്ലേ. നമ്മളിപ്പം ഇവിടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പഠിക്കുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ആശ്രയിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അന്നേരം ഇവിടെ ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾ ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിളെ വെള്ളത്തിലിടുമ്പോൾ ചിലപ്പോൾ അതിന് അസോസിയേഷൻ സംഭവിക്കുന്നു, ചിലപ്പോൾ അതിന് ഡിസോസിയേഷൻ സംഭവിക്കുന്നു. Some solute molecules start to associate inside the solution. This means now there are less number of solute particles in the solution as colligative properties vary with the solute particles in the solution. They will decrease along with the solute particles. As colligative properties are inversely proportional to the molecular mass of solute. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മോളിക്കുലാർ മാസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ്. എന്താ അസറ്റിക് ആസിഡിന്റെ ഫോർമുല? CH3COOH. അസറ്റിക് ആസിഡ് അസോസിയേറ്റ് ഇൻ സൊല്യൂഷൻ ടു ഫോം എ ഡൈമർ. അസറ്റിക് ആസിഡിന് വെള്ളത്തിനകത്തോട്ടിട്ടാൽ അസറ്റിക് ആസിഡ് എന്തായി മാറുന്നു? അത് അസോസിയേറ്റ് ചെയ്ത് രണ്ട് CH3COOH മോളിക്യൂൾ കൂടി ചേർന്ന് ഒരു ഡൈമറായി മാറുന്നു. എന്താ കാരണം? ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അന്നേരം ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം അസറ്റിക് ആസിഡ് ഒരു ഡൈമറായി മാറുന്നു. അതായത് നമ്മളിവിടെ നോക്കണം, നമ്മൾ ഇട്ടപ്പം രണ്ട് അസറ്റിക് ആസിഡിന്റെ മോളിക്കൂൾ നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ടു. എന്നിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് രണ്ട് പാർട്ടിക്കിൾ എന്നായിരുന്നു. പക്ഷെ സൊല്യൂഷനിൽ ചെന്നപ്പോൾ അത് വ്യത്യസ്തമായ ഒരു സ്വഭാവം കാണിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായി മാറി. ഒറ്റക്കെട്ടായി മാറുമ്പോൾ നമ്മുടെ അതിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ. അത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയുന്നു. അങ്ങനെ ശ്രദ്ധിക്കുക. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില മോളിക്കൂള്, ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ഒക്കെ വെള്ളത്തിനകത്ത് ഇട്ടിട്ടാൽ സോഡിയം പ്ലസും Cl മൈനസും, അതായത് സോഡിയം പ്ലസ് കാറ്റയോൺ ആണ്, Cl മൈനസ് ആനയോൺ ആണ്, അയോൺസ് ആയി മാറുന്നു. അന്നേരം നമ്മൾ ഒരു മോളിക്യൂളിനെയാണ് ഇട്ടത്, പക്ഷെ വെള്ളത്തിൽ ചെന്നപ്പോൾ അതിന്റെ ക്യാരക്ടർ എന്തായി മാറി? അത് രണ്ട് എണ്ണമായി മാറി. പ്ലസും മൈനസും എന്നുള്ള അയോൺസ് ആയി മാറുന്നു. ഇവിടെ പറയാണ് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. ഡിസോസിയേഷൻ, the separation of a single species into two separate species. This term is usually used in reference to salts or weak acid or bases. ഇതിനൊക്കെയാണ് നമ്മൾ ഡിസോസിയേഷൻ ടേംസ് ഉപയോഗിക്കുന്നത്. അന്നേരം ഇലക്ട്രോലൈറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഇലക്ട്രോലൈറ്റ്സ് എ കോമ്പൗണ്ട് ദാറ്റ് അയണൈസ് ഇൻ വാട്ടർ. സോ വെൻ ദ സബ്സ്റ്റൻസ് ഡിസോൾവ് ദ സൊല്യൂഷൻ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ആ കൺസെപ്റ്റ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ ഡിസോസിയേഷൻ എന്നൊരു ടേമും കൂടെ പഠിക്കുകയാണ്. ഇത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയോട് ബന്ധപ്പെട്ടാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്പർ ഓഫ് പാർട്ടിക്കിൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ചിലപ്പോൾ വ്യത്യാസങ്ങളാകുന്നു. ചിലർ അസോസിയേറ്റ് ചെയ്യുന്നു, ചിലർ ഡിസോസിയേറ്റ് ചെയ്ത് കൂടുന്നു, അസോസിയേറ്റ് ചെയ്ത് കുറയുന്നു. അത് ഓർത്തിരിക്കുക.
അന്നേരം ഇതിനെപ്പറ്റി ഉള്ള ഒരു ഇതാണ് വാൻ ഹോഫ് ഫാക്ടർ. ദ വാൻ ഹോഫ് ഫാക്ടർ ഐ, അതൊരു ഡച്ച് കെമിസ്ട്രിന്റെ ഇതിൽ നിന്നാണ്, പേരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ദ എഫക്ട് ഓഫ് എ സൊല്യൂട്ട് upon colligative properties such as osmotic pressure, relative lowering in vapor pressure, boiling point elevation and freezing point depression. നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കാം. It is defined as the ratio of observed colligative property produced by a given concentration of electrolytes solution to the property observed for the same concentration of non-electrolyte solution. ഇപ്പം നമ്മൾ കണ്ട അസോസിയേഷൻ്റെയും ഡിസോസിയേഷൻ്റെയും ബേസിസിനകത്ത് ഇവിടെ വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളതാണ് വാൻ ഹോഫ് ഫാക്ടർ പറയുന്നത്. പിന്നെ വാൻ ഹോഫ് ഫാക്ടറിന്റെ ആ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഈ 2020 പരീക്ഷയ്ക്ക് ഒരു പ്രോബ്ലം, ഒരു വാൻ ഹോഫ് ഫാക്ടറിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അന്നേരം വാൻ ഹോഫ് ഫാക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഐ എന്ന സിമ്പിൾ വെച്ചാണ്. ഐ that is equal to expected molar mass divided by abnormal molar mass. നേരത്തെ പഠിച്ചാൽ മോളാർ മാസും കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അന്നേരം അടുത്ത ഇക്വേഷൻ വരുന്നു, that is equal to observed colligative property divided by calculated colligative property. Observed colligative property divided by calculated colligative property ആയിട്ട് പറയാം. ഇതിന് വേറൊരു വിധത്തിലും പറയാം, that is equal to after association or dissociation divided by total number of moles of particles before association or dissociation. അന്നേരം നമ്മൾ ഇവിടെ പഠിച്ചത് വാൻ ഹോഫ് ഫാക്ടറിനെ പറ്റിയാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്കകത്ത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിളിന് ചിലപ്പോൾ അസോസിയേഷനും ഡിസോസിയേഷനും സൊല്യൂഷനകത്ത് നടക്കും. അതനുസരിച്ച് നമുക്ക് വേറൊരു ആ നടക്കുന്ന വ്യതിയാനത്തിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പം വാൻ ഹോഫ് ഫാക്ടർ എന്താണെന്ന് പരിചയപ്പെട്ടു. നേരത്തെ നമ്മൾ ഓരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് ഓരോത്തിനും ഇക്വേഷൻസ് പഠിച്ചായിരുന്നു. we modify the previous equations by multiplying by the van Hoff factor I. I എന്താണ് van Hoff factor? Actual number of particles in solution after dissociation or number of formula units initially dissolved in solution. I that is equal to 1 for non-electrolyte. Non-electrolyte van Hoff factor എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1. നമുക്ക് inclusion of van Hoff factor modifies the equation for colligative properties as follows. ഒന്ന്, relative lowering of vapor pressure of solvent, that is P10 minus P1 by P10, that is equal to van Hoff factor എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? I into N2 by N1. N2, N1 ഒക്കെ നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റുമാണ്. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇനി ഇലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു IKBM. IKBM. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് KFM എന്നായിരുന്നു. എന്നാൽ വാൻ ഹോഫ് ഫാക്ടർ മോഡിഫൈ ചെയ്ത എന്താണ്? ഡെൽറ്റ ടി എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു IKFM. വാട്ട് ഇസ് I എന്ന് പറയുന്നത് വാൻ ഹോഫ് ഫാക്ടർ. അതുപോലെ ഇപ്പം പഠിച്ച ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സൊല്യൂഷൻ പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു IN2RT by V. IN2RT by V. ഓർത്തിരിക്കുക. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ പറ്റി പഠിച്ചു. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഓസ്മോട്ടിക് പ്രഷറിനെ പറ്റിയാണ് നമ്മൾ ഇത് പഠിച്ചത്. നിങ്ങൾ സൊല്യൂഷൻ എന്ന ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ആയിരിക്കുകയാണ്. സൊല്യൂഷൻ അതിൻ്റെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ അണ്ടർലൈൻ ചെയ്ത് എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇത്രയും നേരം നമ്മൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലൂടെ കടന്നുപോയി. എല്ലാവർക്കും നല്ലപോലെ അത് വായിക്കുക. പ്രോബ്ലംസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ നിന്ന് പ്രോബ്ലംസ് വരും. അതായത് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡെൽറ്റ ടി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇക്വേഷൻ, അതുപോലെ തന്നെ പൈ, അതുപോലെ ഓസ്മോട്ടിക് പ്രഷറൊക്കെ വെച്ച് നമ്മൾ പലതരത്തിലുള്ള ഇക്വേഷൻസ് പഠിച്ചു. ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള ഇത് ചോദിക്കാം, എങ്കിലും മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമ്മൾ പഠിക്കുന്നത്. അന്നേരം അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാവരും താങ്ക്സ് ഫോർ യുവർ അറ്റൻഷൻ.